ശ്രദ്ധിക്കണം. വിശ്വസിച്ച് സ്നാനപ്പെടുന്നവൻ രക്ഷിക്കപ്പെടും, അല്ലാത്തവൻ ശിക്ഷിക്കപ്പെടും. ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെങ്കിൽ ആ ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കാനാണ് യേശുവിനെ പയ്യുണ്ടാക്കുക. യേശുവിനെ അറിയാത്ത ഇടങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു ചെന്ന് യേശുവിനെ സധൈര്യം പ്രഘോഷിക്കുന്നത് ഈ യേശുവിന്റെ കൽപ്പനയാണ്, ഞങ്ങളുടെ പരമമായ ഗുരുവിന്റെ കൽപ്പനയാണ്. ഈ കൽപ്പനകൾ ശിരസാവഹിച്ചുകൊണ്ട് 2000 വർഷം മുതൽ ഇങ്ങോട്ട് ഈ ലോകത്തിന്റെ ചുമമണ്ഡലങ്ങളിലും യേശുവിന്റെ ശിഷ്യന്മാർ കടന്നു. കേരളത്തിലെ AD 52 കേരളത്തിലേക്ക് സെന്റ് തോമസ് എന്ന വ്യക്തി കടന്നു വന്നു. അദ്ദേഹം കടന്നു വന്ന കേരളത്തില് വചനത്തിന്റെ വിത്തുവാദി, സുവിശേഷത്തിന്റെ വിത്തുവാദി അത് വളർന്ന് ഇന്ന് കേരളത്തിലും